അതെ, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫിലിം മേക്കേഴ്സാണ് ആന്റണി പെരുമ്പാവൂരും മോഹൻലാൽ കോംബോ. ആ കൂട്ടുകെട്ടിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിൽ പിറന്നിട്ടുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സൃഷ്ടിച്ച പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒന്നാണ് ആശീർവാദ് സിനിമാസ്. എന്നാൽ ആശീർവാദുമായി കൈകോർക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ പല മലയാള ചിത്രങ്ങളും നിർമ്മിച്ചിരുന്നു. അതിൽ പലതും നിരൂപ പ്രശംസ നേടുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് താരം നിർമ്മിച്ച പല ചിത്രങ്ങളും പരാജയപ്പെട്ടു. അതിന്റെ ഫലമായി കാര്യമായ സാമ്പത്തിക നഷ്ടം നടന് നേരിടേണ്ടി വന്നു. സംവിധായകൻ ഐ.വി. ശശിയുടെ അടിയൊഴുക്കുകൾ 1984-ലും, കരുവിൻ പൂവൊരുക്കരെ 1985, സത്യനാന്തിക്കാടന്റെ ഗാദിനാർ സെക്കൻഡ് സ്ട്രീറ്റ് 1986, നാടോടിക്കാറ്റ് 1987, കമലന്റെ ഉണ്ണികളെ കഥ പറയാം 1987, പ്രിയദർശന്റെ ആര്യൻ 1988 എന്നീ ചിത്രങ്ങൾ മോഹൻലാൽ സഹനിർമ്മാതാവായിരുന്നു. ശേഷം സ്വന്തം നിർമ്മാണ കമ്പനിയായ പ്രണവ് ആർട്സ് ഇന്റർനാഷണൽ ആരംഭിച്ചു. 9 വർഷത്തിനുള്ളിൽ മോഹൻലാൽ 10 ചിത്രങ്ങൾ നിർമ്മിച്ചു. അവയിൽ മിക്കതും താരത്തിന് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടിക്കൊടുത്തവയാണ്. പ്രണവ് ആർട്സ് നിർമ്മിച്ച സിനിമകളിലൂടെയാണ് മോഹൻലാൽ മികച്ച നടനുള്ള 2 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നേടിയത്. സിബി മലയിലിന്റെ ഫരദവും എന്ന ചിത്രത്തിന്റെ അഭിനേത്രി ആദിത്യയും, ഷാജി കറിന്റെ വാനപ്രസ്ഥം എന്ന ചിത്രത്തിൽ കഥകളി കഥാകാരന്റെ വേഷം അവതരിപ്പിച്ചിട്ട് രണ്ടാമത്തെ പുരസ്കാരവും നേടി. ഹിസ് ഹൈനസ് അബ്ദുള്ള, കമലദളം, മിഥുനം, കാലാപാനി, കന്മദം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് പുറമെ പിൻഗാമി, ഹരികൃഷ്ണൻസ്, ഒളിമ്പ്യൻ ആന്റണി ആദം തുടങ്ങിയ ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. വാനപ്രസ്ഥത്തിനു ശേഷം അദ്ദേഹം ആന്റണി പെരുമ്പാവൂരുമായി ഒന്നിച്ച് സിനിമ തുടർന്നു. പ്രണവും ആർട്സ് മിക്ക സിനിമകളും വേണ്ടത രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എങ്കിലും അവയിൽ രണ്ടെണ്ണം പരാജയമായിരുന്നു. കാലാപാനിയും പിൻഗാമിയും പ്രതീക്ഷ വിജയം നേടാതെ പോയ ചിത്രങ്ങൾ. 1998 ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പ്രകാരം 3.8 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം മോഹൻലാലിന് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കി എന്ന് പറയുന്നു. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിന്റെ ജീവിതത്തിൽ ഈ ഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മോഹൻലാൽ ഒരു സന്യാസിയാവണമെന്നും നിർവ്വാണം തേടി ഹിമാലയത്തിൽ കാൽനട യാത്ര ചെയ്യാൻ പോലും ആലോചിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പണത്തോടുള്ള ആഗ്രഹം കൊണ്ടാണോ അദ്ദേഹം ഒരു നിർമ്മാതാവായെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല സിനിമകൾ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. വാനപ്രസ്ഥം നിരവധി അവാർഡുകൾ നേടിയെങ്കിലും നിർമ്മാണ രംഗത്ത് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു. കാലക്രമേണ അദ്ദേഹം ഏതാണ്ട് ഒരു തത്വചിന്തകനെ പോലെയായി ഞാൻ കണ്ടു. കൈരളി ടിവിയുടെ ഒരു ടോക്ക് ഷോയിലാണ് സംസാരിക്കുകയാണ് ശ്രീനിവാസൻ ഇക്കാര്യം പറഞ്ഞത്.